أعوذ بالله من الشيطان الرجيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. 273 വചനം. രണ്ടാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത്. ലിൽ ഫുഖറാഇൽ ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക്, ഫക്കീറുമാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കണം. അപ്പോൾ ഉഹ്സിറു ഫീ സബീലില്ലാ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്തുള്ള ആ കക്ഷി അഹ്ലുസ്സുഫയായിരുന്നു എന്നും നമ്മൾ പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള ആളുകൾ ആരാണോ അവരൊക്കെ ഇതിൽപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ മതപ്രവർത്തകരുണ്ടാകും, പള്ളികളിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, മദ്രസകളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ വിഷയമാണ്, സമൂഹം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. എന്നിട്ട് അവരെക്കുറിച്ച് തുടർന്ന് പറയുന്ന ഒരു വാചകം ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ് എന്നാണ്. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്തവർ, അതാണ് അവരുടെ രണ്ടാമത്തെ ക്വാളിറ്റി. ഒന്നാമത്തെ ഫക്കീറിന് ഏറ്റവും അർഹതയുള്ള ഫക്കീറുകളിൽ ഒന്നാമത്തേത്, അല്ലെ, ഫക്കീറിനെ കുറിച്ച് പറയുമ്പം ഒന്നാമത്തെ ഗുണം പറഞ്ഞത് എന്താ? അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരാണ്. വേറൊരു ജോലിക്ക് പോകാൻ അവർക്ക് നിർവാഹമില്ല. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, അതാണ് രണ്ടാമത്തെ കാര്യം. അവർക്ക് ഭൂമിയിൽ മറ്റു ഉപജീവന മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ ഈ പള്ളികളിലോ അല്ലെങ്കിൽ മദ്രസകളിലോ അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, ഒരുപാട് സംഗതികളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. പ്രബോധകന്മാരുണ്ട്, പിന്നെ ഇപ്പോൾ പുതിയ തരം ഗവേഷണങ്ങൾ പലതും നടക്കേണ്ടതുണ്ട്, അതൊക്കെ നടത്തുന്നവർ. ഇവർക്കൊന്നും ഒരു തൊഴിലിനോ അല്ലെങ്കിൽ കച്ചവടത്തിനോ പോകാൻ കഴിയില്ല. മനസ്സിലായില്ലേ? മാത്രമല്ല, അവർ ഈ തൊഴിലിനോ കച്ചവടത്തിനോ ഒക്കെ പോയാൽ ഇത് നടക്കില്ല. ഇത് ഏറ്റവും ഭംഗിയായി നടക്കേണ്ടതുണ്ട്, അത് നടക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ഇതല്ലാത്ത കാരണങ്ങളാലും പോകാൻ പറ്റാത്തൊരു ഇതിൽ പെടും കേട്ടോ. ഇപ്പോൾ തൊഴിലിനോ കച്ചവടത്തിനോ ഒന്നും ഇതല്ലാത്ത കാരണത്താൽ പോകാൻ പറ്റാത്തവരുണ്ട്. ഉദാഹരണം, പിന്നെ രോഗം കാരണം, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അവശത കാരണം, അല്ലെങ്കിൽ കച്ചവടത്തിന് വേണ്ട ക്യാപിറ്റലില്ല, അല്ലെങ്കിൽ കച്ചവടം ചെയ്യാനുള്ള സ്മാർട്ട്നെസ് ഇല്ല. മനസ്സിലായില്ലേ? ജോലി ചെയ്യാനുള്ള താക്കത്തില്ല. ഇവരൊക്കെ ഇതിൽപ്പെടും. ഇങ്ങനെയുള്ള വിഷമങ്ങളാൽ കഷ്ടപ്പെടുന്നവരൊക്കെ ഇതിൽപ്പെടും. മനസ്സിലായല്ലോ? അതാണ് രണ്ടാമത്തെ വിഭാഗം. അപ്പോൾ ഒന്നാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ളവർ. രണ്ടാമത്തെ വിഭാഗം അവർക്ക് മറ്റ് തൊഴിലിനോ കച്ചവടത്തിനോ ഒന്നും പോകാനുള്ള നിർവാഹമില്ല. അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൽ അത് പെടും. കാരണം അവർക്ക് ഇപ്പോൾ പള്ളിയിലെ ഇതിന് നമ്മൾ വേറെ ജോലിക്ക് പറഞ്ഞയച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിനെ വേറെ ജോലിക്ക് പറഞ്ഞയച്ചാൽ ബുദ്ധിമുട്ടാവും. മനസ്സിലായി? അല്ലെങ്കിൽ ഇസ്ലാമിക വിഷയങ്ങളിൽ ഗവേഷണം നടത്താൻ കഴിവുള്ള പണ്ഡിതന്മാരെ നമ്മൾ കച്ചവടത്തിന് വിട്ടാൽ ബുദ്ധിമുട്ടാവും. അതൊക്കെ നമ്മൾ സമൂഹം കാണുന്നതാണ്. അവരൊക്കെ കച്ചവടത്തിന് പോയിട്ട് പിന്നെ ദീനൊക്കെ പഠിച്ചിട്ട് കച്ചവടത്തിന് പോയ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യണില്ല? അവർക്ക് ആ പഠിച്ചതിൽ സേവനം നടത്താൻ കഴിയുന്നില്ല. ആവശ്യമുണ്ട് സമൂഹത്തിന്. നമുക്ക് ഒരു നല്ല കച്ചവടക്കാരനേക്കാളും നല്ല ഡോക്ടറേക്കാളും നല്ല ഒരു എൻജിനീയറേക്കാളും ഒക്കെ ആവശ്യം നല്ല പണ്ഡിതനപ്പം. അതില്ല, ഇൽമ് ഉയർത്തപ്പെടുകയാണ് റസൂൽ പറഞ്ഞതുപോലെ.
വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ മരിച്ചുപോയി, ഇൽമ് ഉയർത്തപ്പെടുകയാണ്. ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് ശരിക്കും മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ സമൂഹം തീരെ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗമായി അവർ മാറിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് അഹ്ലുസ്സുഫനെ ആയിരുന്നു. അഹ്ലുസ്സുഫനെ, അത് നബിക്ക് അവരെ ഇഷ്ടമായിരുന്നു. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി പറയുമ്പോൾ കൂടുതൽ പറയാനുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ തദബ്ബുറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കത് പറയാം. പിന്നെ അടുത്തത് പറഞ്ഞത് എന്താ? യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത്ത് തഅഫുഫ്. അല്ലാഹ്, യഹ്സബുഹുമുൽ ജാഹിലു, അവരെ കണ്ടാൽ വിവരമില്ലാത്ത ആൾ വിചാരിക്കും അഗ്നിയാ, അവർ നല്ല പൈസക്കാരാന്ന് വിചാരിക്കും, പണക്കാരാണ്. എന്താ കാരണം എന്ന് പറയുക? മിനത്ത് തഅഫുഫ്, അവർ തഅഫുഫുള്ളവരാണ്, ഇഫത്തുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്. തഅഫുഫ് എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ളവർ. അഭിമാനം മൂലം അവരുടെ അവശത അവർ പുറത്ത് കാണിക്കില്ല. തഅഫുഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആശയമുണ്ട്. സ്വഭാവശുദ്ധി, സദാചാര ബോധ്യം, അനാശാസ്യങ്ങളോടുള്ള വെറുപ്പ്, അന്യരുടെ കൈവശമുള്ളതിനോടുള്ള വിരക്തി, ഇതൊക്കെ തഅഫുഫാണ്. ഇതൊക്കെ അതിൽ പെടും, ഈ പറഞ്ഞതിൽ പെടും. ഈ തഅഫുഫ് കാരണമായി അവരെന്ത് ചെയ്യൂല? അവരെ ഈ അറിയാത്ത ആളുകൾ അവരെ കണ്ടാൽ വിചാരിക്കും ഇവർ നല്ല പൈസക്കാരാണ്. കണ്ടിട്ടില്ല നിങ്ങൾ? ഉസ്താദുമാരൊക്കെ ഭയങ്കര നല്ല വെള്ളിയൊക്കെ ഇട്ട് നടക്കും. ഞാൻ എല്ലാ ഉസ്താദുമാരെ കുറിച്ചും അല്ല കേട്ടോ പറയണത്. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ കേട്ടില്ലേ? ഇപ്പോൾ അടുത്ത ദിവസം കാസർകോട്ടൊരു സഹോദരൻ, ആ സഹോദരൻ്റെ ഡെഡ് ബോഡി കടലിൽ വെച്ച് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇതാണ്. രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നുണ്ട്. പക്ഷേ എന്താണ് സമൂഹം അവരെ കാണാത്തതെന്ന് എനിക്കറിയില്ല. സമൂഹം അവരെ കാണേണ്ടതായിരുന്നല്ലോ, അവരെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിരുന്നല്ലോ, അല്ലേ? അവർ രാവിലെ തന്നെ വെള്ളയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇവർ ഖനിയകളാണ്, ധനികന്മാരാണ്. അല്ല സഹോദരന്മാരെ, അല്ല. നമ്മൾ ശരിക്ക് അവരുടെ സ്വഭാവം തന്നെ, അവർക്ക് പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷെ അതവർ ക്ഷമയോടുകൂടി നേരിടും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടും. മറ്റുള്ളവരുടെ സമൃദ്ധിയോ സുഭിക്ഷതയോ കണ്ട് അതിനോട് അവർക്ക് ആർത്തി തോന്നൂല. അവർ ശാന്തരായിരിക്കും, സംതൃപ്തരായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ വിവരമില്ലാത്തവർ നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ അങ്ങനെ അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കാൻ പോവുക അങ്ങനെയുള്ള ആളുകൾ. നോക്കൂ സഹോദരന്മാരെ, ഏതെങ്കിലും ഒരു ദുർബല നിമിഷം വന്നിട്ടുണ്ടാവും. നമ്മളതൊന്നും അസ്തഗ്ഫിറുല്ലാഹ്, അതൊന്നും നമ്മൾ ഇല്ലയെന്ന് പറഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. അത് അങ്ങനെയൊക്കെ മനുഷ്യന് സംഭവിക്കാം. അതാണ് ജനങ്ങൾക്കിടയിലും ഇങ്ങനെ നടക്കുമ്പോഴും അവരുടെ ഉള്ളിൽ പുകയുന്നുണ്ടാകും. നീറുന്ന ഒരുപാട് നൊമ്പരങ്ങൾ അവരുടെ ഉള്ളിലുണ്ടാകും. അത് മറച്ചു പിടിക്കാൻ വേണ്ടി നിങ്ങളെ കണ്ടപ്പം അവർ പുഞ്ചിരിച്ചിട്ടുണ്ടാകും. പക്ഷേ അഭിമാനം കാരണം ആരുടെ മുമ്പിലും യാചിക്കാൻ പോവില്ല, ആവശ്യപ്പെടൂല. എൻ്റെ ഇല്ലായ്മകൾ പൊതുജനം അറിയരുത് എന്നവരാഗ്രഹിക്കും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കണം. പക്ഷേ ചിലപ്പോൾ പാളിപ്പോവും സഹോദരന്മാരെ. തുച്ഛമായ വേതനങ്ങളിൽ ജീവിതം ചിട്ടപ്പെടുത്താൻ കഴിയാതെ പോകുമ്പോൾ ചിലപ്പോൾ പാളിപ്പോവും. ഇങ്ങനെയുള്ള ആളുകളെ പരിഗണിക്കണം. മനസ്സിലായിട്ട് അവരുടെ ഉള്ളറിയണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നോക്കൂ, സ്വന്തം കുടുംബത്തിൽ ആവശ്യം പൂർത്തിയാക്കാൻ അവർക്ക് കഴിയില്ല. ചിലപ്പോൾ വീടുണ്ടാവില്ല, അല്ലെങ്കിൽ വീട് വെച്ചിട്ടുണ്ടാവും കടമെടുത്തിട്ട്, അത് വീട്ടാൻ കഴിയില്ല. അതിനിടയ്ക്കായിരിക്കും കുട്ടികളുടെ ആവശ്യങ്ങൾ വരുന്നത്, അത് ശരിയാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? പക്ഷേ അവരാരോടും അവരുടെ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും
പറയൂല. ചില ആൾക്കാരൊക്കെ കുറച്ചൊക്കെ പറയും, കുറച്ച് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അത് മനസ്സിലാക്കാനുള്ള ഒരു തൻ്റെ ഇടം നമ്മളെ സമൂഹം കാണിക്കില്ല. പറഞ്ഞിട്ടുണ്ടാവും, സൂചനയൊക്കെ തന്നിട്ടുണ്ടാവും. പല മഹല്ലുകളിലും അതുണ്ടാകാറുണ്ട്. പക്ഷേ മനസ്സിലാവും. നോക്കൂ, വിവരമില്ലാത്ത ആൾക്കാർ വിചാരിക്കുക ഇവർ സമ്പന്നരാണെന്ന്. പക്ഷേ ആളുകൾക്ക് മനസ്സിലാവും. അതാണ് അള്ളാഹ് തുടർന്ന് പറഞ്ഞത്, തഅരിഫുഹും ബിസീമാഹും. അവരുടെ അടയാളം കൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയും. ചില അടയാളങ്ങളുണ്ടാവും, ചില അടയാളങ്ങൾ അതവരുടെ ശരീരത്തിൽ കാണും. ചിലപ്പോൾ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല, രോഗങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ടാവും, ചികിത്സിക്കാൻ നിർവാഹമുണ്ടാവില്ല, കണ്ടാൽ തന്നെ തോന്നും തിന്നാൻ കിട്ടിയിട്ടില്ല, ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന്. അവരുടെ ഡ്രസ്സ് കണ്ടാൽ ചിലപ്പോൾ അങ്ങനെയാണ് ചില ആൾക്കാർ, മനസ്സിലായില്ലേ? ചിലപ്പോൾ അവരുടെ ഇല്ലായ്മ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതാണ് തഅരിഫുഹും ബിസീമാഹും എന്ന് പറഞ്ഞത്. അവരുടെ ലക്ഷണങ്ങളിൽ നിന്ന് ചിലപ്പോൾ അവരെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ, ശ്രദ്ധിക്കണം. അത്തരം ആളുകളെ അവരെ ശ്രദ്ധിക്കണം. അവരെ ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാത്തൊരായത്താണ്.